ഇപ്പൊ എനിക്കെന്താ ഓർമ്മ വരുന്നതെന്നറിയോ? അവർ ഫസ്റ്റ് കിസ്. എനിക്കെന്താ ഓർമ്മ വരുന്നതെന്നറിയോ? ദേ ഇത്. ബസ്സിൽ വെച്ച് നീ ഇതല്ല ചെയ്തേ. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടല്ലേ? 2 ദിവസം ഞാൻ വേദന കൊണ്ട് നടന്നു. നിന്നോടൊക്കെ എത്ര തവണ പറയാൻ മതി ഞാനല്ലാതെ. കണ്ടോ സത്യം. ഓ വാ തുറന്ന കള്ളം മാത്രം പറയുന്ന നിന്നൊക്കെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കാൻ? നീ വേറെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നെ അതിന് കിട്ടാൻ പോകുന്നില്ല. ഐ എം ലിവിങ്. വേണ്ട വേണ്ട, തനിച്ചു പോകണ്ട. ഓക്കെ, ഞാൻ അവനേഷിനെ വിളിക്കാം. നീ ഒറ്റയ്ക്കുണ്ടായിട്ട് തന്നെ എനിക്ക് പേടിയാ. ഇനി അവനും കൂടെ. വേണ്ട, നിന്റെ വലുതിനെ തന്നെ വിളിക്കാം. വെറുതെ ചെയ്യുന്നുണ്ട്. നിന്നോട് സംസാരിച്ചോ. ഹലോ എടാ, ഞങ്ങളിവിടെ ഒരു കാടിനകത്ത് പെട്ടുപോയി. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. നീ ഒന്ന് പെട്ടെന്ന് വാ. കാട്ടില്ല. നീ എന്തിനാ ഈ സമയത്ത് അങ്ങോട്ട് പോയേ? കൂടെ ആരുള്ള? അത് നന്ദൻ. അവനോ? ഓ, നീ അവിഹിതം കണ്ടുപിടിക്കാൻ പോയതായിരിക്കും അല്ലേ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അവിഹിതം? ആരുടെ? ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. നീ അതിൽ ഇടപെടണ്ട. ഈ ഫോണൊന്ന് അൺലോക്ക് ചെയ്യേ. എനിക്കാണ് ലൊക്കേഷൻ ഷെയർ ചെയ്യണം. ഞാനും ഫോൺ ആർക്കും കൊടുക്കാറില്ല. ലൊക്കേഷൻ അല്ലേ, ഞാൻ അയച്ചോളാം. ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ നിന്നെ വിശ്വസിക്കണം അല്ലേ? അൺലോക്ക് ചെയ്യുന്നുണ്ടോ അത് ഞാൻ എറിഞ്ഞു പൊട്ടിക്കണോ? വേണ്ട വേണ്ട, 2255. ഇത് കൂടുതൽ നോക്കൊന്നും വേണ്ട. നീ ചെയ്യാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നേ. ഇഷാൻ, ഇഷാൻ. നകുലിന്റെ ശബ്ദം കേട്ടില്ലേ? ദേ ആ സൈഡിൽ നിന്നാണ് തോന്നുന്നു. നീ വരുന്നുണ്ടെങ്കിൽ വാ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തിനാണ് ഇത്ര ദൂരത്തേക്കൊക്കെ വന്നേ? അതും ഇവന്റെ കൂടെ? ഇവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഞാൻ റേപ്പ് ചെയ്തു. എന്താ, നിന്നെ കൂടി ചെയ്യണോ? അളിയ, ഒന്നുമില്ല, ഒരു അബദ്ധം പറ്റിയതാ. മിണ്ടാതാ നടക്ക്. പിള്ളാച്ചൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, ഒരു പട്ടി ഉണ്ടായിരുന്നു. പട്ടിയോ? അതിനെ പോലും വെറുതെ വിട്ടില്ലേ? പ്രകൃതി വിരുദ്ധ. ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞോ? ഈ സമയത്ത് എങ്ങോട്ടും വേണ്ടി കയറി ചെന്നാ പ്രശ്നമാകുമോ? എന്ത് ക്യാമ്പ് ഫയർ? മഴ പെയ്തില്ലേ? എല്ലാരും പോയി കിടന്നു. അയ്യോ സോറി, ഞാൻ സ്വപ്നം കണ്ടതാ. ഇവനെന്താ ചീത്ത വിളിക്കാത്തെ? നീ എന്താണ് ആകെ ഡള്ളായിരിക്കുന്നത്? ട്രിപ്പ് കഴിഞ്ഞതിന്റെ സങ്കടമാണ്. അത് ഒരു സ്വപ്നം. സത്യം, എല്ലാം ഒരു സ്വപ്നം പോലെ. ഇനി നാളെ മുതൽ ക്ലാസ്, വൈവേ, പ്രൊജക്റ്റ്. ബോറ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ട്രിപ്പിന് പോയപ്പോഴെങ്കിലും പ്രശ്നമൊക്കെ പറഞ്ഞ് തീർത്തു. എങ്ങനെ തീരാനാച്ചാ? പറയുമ്പോ ഞങ്ങൾ ഒരു റൂമിലായിരുന്നു. അവനോട് എന്തെങ്കിലും സംസാരിച്ച തർക്കുത്തരം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരും. ഇപ്പൊ തന്നെ ക്ലാസ് തുടങ്ങിയിട്ട് 1.5 ആഴ്ചയായി. കാണാന്നല്ലാതെ ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല. നീ വിഷമിക്കില്ലടാ, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. ഇത്രയും ഭാഗം നാളെ എക്സാം ഉണ്ടായിരിക്കുന്നു. ആ ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ ഒന്ന് വിളിച്ചറിയിച്ചേക്ക്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഈ ശില്പശാല എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വഴിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഈ കലോത്സവം പോലെയുള്ള ഒരു പരിപാടിയാ. പക്ഷെ അതിൽ മത്സരങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ മാക്സിമം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക. പല കോളേജിൽ നിന്ന് കുട്ടികൾ പങ്കെടുക്കും. ഇത്തവണ അത് നമ്മുടെ കോളേജ് വെച്ചായിരിക്കും നടക്കുന്നത്. ഇനി 2 ആഴ്ച സമയമൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് നല്ല ചീത്തപ്പേരാ. അതൊന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. ട്രിപ്പിന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നെന്ന് വെച്ച് അത് മുതലെടുക്കുന്ന ചിലവന്മാരിവിടെ ഉണ്ട്. ആ മുതലെടുപ്പ് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ വേണം കാണിക്കാൻ. സാറേ, ഞങ്ങൾക്ക് ഡാൻസും പാട്ടൊന്നും അറിയത്തില്ല. അതിന് ഡാൻസും പാട്ടും മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്കുള്ളിലുള്ള കഴിവ് എന്താണെന്ന് വെച്ചാൽ അത് പുറത്തെടുക്കാം. കുക്കിങ്ങോ, ക്രാഫ്റ്റോ, ഡാൻസോ, പാട്ടോ, നാടകമോ എന്ത് വേണേലും ആകാം. മിനിമം ഒരു 3-4 ദിവസത്തെ പ്രോഗ്രാമെങ്കിലും ഉണ്ടാവും. നിങ്ങളോട് ഞാനിത് നേരത്തെ പറഞ്ഞത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു കുട്ടി പോലും മാറി നിൽക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഐറ്റത്തിനെങ്കിലും പങ്കെടുത്തേ പറ്റൂ. അതിനുള്ള പ്രാക്ടീസൊക്കെ ഇപ്പോഴേ തുടങ്ങിക്കോ. എന്തിനാടാ കിടന്നലർന്നേ?
ഒന്നുമില്ല. നമുക്ക് കോളേജ് പോകണ്ടേ? കോളേജോ? ഇന്ന് ശനിയാഴ്ച അടപ്പൊട്ടാ. நீ பேரழகில் போர் நடத்தி என்னை வென்றால் கண் பார்க்கும் போது பார்வையாலை கடத்தி சென்றால் എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വീണ്ടും അതേ സ്വപ്നം തന്നെയാണോ കണ്ടേ? അവൾക്കും അത് നീ എപ്പോഴെങ്കിലും അവന്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒന്ന് പതുക്കെ പറ, അവനിങ്ങോട്ട് നോക്കുന്നുണ്ട്. എടാ, നീയും ഗായത്രിയും തമ്മിൽ വല്ല വഴക്കുണ്ടായോ? ഇല്ല. എന്തേ? കൊറേ നേരമായി അവൾ ഇങ്ങോട്ട് നോക്കി ഇവനെ ലൈൻ അടിക്കുന്നു. ഒന്ന് മുന്നിലെ മാറി നിൽക്കും, ഞാനൊന്ന് നോക്കട്ടെ. സ്വന്തം കാമുകിന്റെ മുന്നിന്ന് കാമുകിന്റെ പെണ്ണിനെ തന്നെ വായ നോക്കണം അല്ലേടി? അയ്യോ, നീ എപ്പോ വന്നു? Escape. ഇയാളുടെ അവർ കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ കയറി വന്നേ? അതാ പ്രോഗ്രാമിന് പേര് കൊടുക്കാൻ വേണ്ടിട്ടാ. പുള്ളിക്കാരൻ വൻ പ്ലാനിങ്ങില്ല. ഞാൻ സ്റ്റോറി റൈറ്റിങ്ങിന് പേര് കൊടുത്തു. നമുക്ക് എന്തെങ്കിലും ഐറ്റത്തിന് പേര് കൊടുത്തിട്ടാലോ? അതാവുമ്പോ പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ കയറണ്ട. എന്നെ ഒന്നിനും നോക്കണ്ട. ഞാൻ എന്തെങ്കിലും വീട്ടിലിരിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു. ഭീരുക്കളെന്നും ഭീരുക്കൾ തന്നെ ആയിരിക്കും. ഞാൻ അങ്ങനെ തോറ്റോടാൻ തീരുമാനിച്ചിട്ടില്ല. അറബിക് പദ്ധതിച്ചുള്ള പേര് കൊടുത്താലോ? അതാവുമ്പോ ഫസ്റ്റ് സെക്കൻഡും തേർഡും ഒക്കെ എനിക്ക് തന്നെ ആയിരിക്കും. ആരും ഉണ്ടാവില്ലല്ലോ. നിന്റെ പേരും കൂടി കൊടുക്കട്ടെ? ഓ, എന്നത്ര കാര്യമുണ്ടെങ്കിൽ നീ പേര് കൊടുക്കും. ഞാൻ കൊടുക്കുവേ. അവൻ കൊടുക്കത്തൊന്നുമില്ല. ശോഭ. ഇഷാൻ, തിന്റെ ഒറ്റ എന്നാ തോന്നുന്നത്. നന്ദന എവിടെ പോയി? അവൻ എവിടെയാണെന്ന് എനിക്ക് അവനെ അറിയാം. ആ, നിന്നെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നേ. വല്ല ഐറ്റത്തിനും പേര് കൊടുത്തോ? ഇല്ല സർ. നീ ഡാൻസ് കളിക്കില്ലേ? ഞാനോ? എനിക്കൊന്നും അറിയില്ല. എനിക്കറിയാം സർ, ഞാൻ പ്രോയാ. തൽക്കാലം നീ വേണ്ട, ഇവൻ തന്നെ മതി. രണ്ടാളുടെ പേരും ഞാൻ നാടകത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നാടകോ? സാർ, എനിക്ക് അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ അഭിനയിക്കൊന്നും വേണ്ട. ഒരു ഡാൻസാ, മാക്സിമം 2 മിനിറ്റ്. മീര, നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ചെറിയൊരു നാടക, റെലവെന്റ് ടോപ്പിക്കാ. LGBTQ കമ്മ്യൂണിറ്റി, അവരെ കുറിച്ചാ. സപ്പോർട്ട് ചെയ്യുന്നവരും ഓപ്പോസിറ്റേഴ്സും ഉണ്ട്. നിങ്ങള് സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടാ. സർ, ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല. അത് നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ട. എനിക്കറിയാം. അവള് ബാക്കിയൂടെ പറയട്ടെ. നിങ്ങൾക്കാകെ 2 മിനിറ്റ് നേരത്തെ സ്ക്രീൻ പ്രസൻസ് മാത്രമേ ഉള്ളൂ. അവരുടെ ഇമോഷൻസ്, ലവ്, അതൊക്കെ കാണിക്കുന്ന ചെറിയൊരു ഡാൻസ്. അല്ലെങ്കിൽ തന്നെ ക്യാമ്പസിനകത്ത് തല താഴ്ത്തിക്കൊണ്ടാ ഞങ്ങൾ നടക്കുന്നേ. എനിക്കിതിന് പറ്റില്ല സർ. ക്യാമ്പസ് ആവുമ്പോ അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ അതൊന്നും കേട്ട് നിങ്ങൾ തളരാൻ പാടില്ല. ഇനി നിങ്ങൾ തളരുന്നൊരു കാര്യം ഞാൻ പറയാം. എല്ലാത്തിനും ഇന്റേണൽ വട്ട പൂജയാണെന്ന് നന്നായിട്ട് എനിക്കറിയാം. അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നാ ഒരൊറ്റൊരെണ്ണം ഇവിടെ എക്സാം എഴുതില്ല. അത് എന്റെ കയ്യിലാ. ഇനി എന്ത് വേണം നീ തീരുമാനിക്ക്. അവന്റെ മാത്രമല്ല, എല്ലാത്തിന്റെയും ഞാൻ കുറയ്ക്കും. സർ, ഒരുമാതിരി ഭീഷണിയുടെ സ്വരാണെങ്കിൽ അതിവിടെ വേണ്ട. അവൻ കളിക്കും. ഞങ്ങൾ ചെയ്യാം സർ. ഗുഡ് ബോയ്സ്. മീരയായിരിക്കും നിങ്ങളുടെ കോർഡിനേറ്റർ. ഇവരെന്തെങ്കിലും കുഴപ്പമൊപ്പിക്കുകയാണെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഇന്ന് ഈവനിങ് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കൂടണം. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ വിശദമായിട്ട് പറയാം. നിങ്ങളെന്താ ഇവിടെ? ഈവനിങ് ആരും മുങ്ങിയതല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നെ പ്രാക്ടീസ് ചെയ്യാൻ. അതൊക്കെ അങ്ങ് കോളേജില്. ഇവിടെ ഒന്നും പറ്റില്ല. നീ ഇത് പറയുന്ന എനിക്കറിയാം, അതുകൊണ്ടാ ഞങ്ങൾ എല്ലാരും വന്നത്. ഗായു, നീ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഇത് നിന്റെ കൂടെ വീടല്ലേ? കേറി വാ. ഈ പന്നത്തിണ്ടി ആദ്യം വിഷം വെച്ച് കൊല്ലണം. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഇവക്ക് വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കട്ടെ. സോങ് സെലക്ട് ചെയ്തിട്ടില്ല, അതിനു വേണ്ടിട്ടാ കോളേജിൽ വെച്ച് കാണാന്ന് പറഞ്ഞേ. എല്ലാം നിങ്ങളുടെ ചോയ്സ് തന്നെ. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് സെലക്ട് ചെയ്താൽ മതി. ഇവൻ സ്റ്റെപ്സിന്റെ കാര്യമൊക്കെ നോക്കിക്കോളും. ഈ പാട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടമല്ല? ഇതോ? നീ ഡാൻസ് കളിക്കാനുള്ള പാട്ടാണോ അത് സ്പോട്ടിഫൈന് വേണ്ടി അഡ്വർടൈസ്മെന്റ് ചെയ്യാണോ? ഇതേ വെളച്ചിലെടുക്കരുത്. ഈ പ്രാക്ടീസും തേങ്ങയൊന്നും ഇപ്പൊ വേണ്ട. നിങ്ങൾ തന്നെ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് സ്റ്റെപ്സ് ഇട്ട് ഫൈനൽ ആവുമ്പോ എന്നെ വിളിച്ചാ മതി. ഞാൻ വന്ന് കളിച്ചോളാം. ഇപ്പൊ എല്ലാരും ഒന്ന് പോയേ. വാവ്, ഇത് നിന്റെ റൂമാണോ? അത് നിന്നെ കണ്ടാ പറയില്ല ഇത്തിരി ഹൈജീൻ ഉള്ള കൂട്ടത്തിലായിരിക്കും. എന്ത് ചെയ്യാൻ, ഇഷാനെ ഞാൻ ഈ റൂമിലേക്ക് അടുപ്പിക്കാറേ ഇല്ല. പിന്നെ വിഘ്നേഷ്, അവനതിന്റെ പരിസരത്ത് പോലും ഞാൻ കേട്ടൂല. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് ഇതിനകത്തിരുന്ന് സൊല്ലുവാണല്ലേ. ശരിയാക്കി തരാടാ. ഡാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണി കണ്ട പെൺപിള്ളേരെ വിളിച്ചോണ്ട് മേലെ എന്റെ റൂമിൽ കയറരുതെന്ന്. ഇറങ്ങിപ്പോടാ. You cheat! അവൻ ചുമ്മാ പറയുന്ന. എനിക്ക് നീയായിട്ടുള്ളത് വേറെ ഒരു ബന്ധമില്ല. നീയല്ലേ
പറഞ്ഞേ ഇത് നിന്റെ റൂമാണെന്ന്. അപ്പൊ നീ എന്നോട് കള്ളം പറയുമല്ലേ? ഗെറ്റ് ഔട്ട്. പാട്ടൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി പ്രാക്ടീസ് ചെയ്തൊരു സ്ഥലം കൂടി വേണം. പല മരത്തിന്റെ ചുവട്ടിലിരുന്നാ പോരെ? എല്ലാ സ്ഥലം ഫുള്ളാ. നമുക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അതൊന്നും നടക്കില്ല. ഓ, എന്നാ നിങ്ങളൊക്കെ എന്റെ വീട്ടിലോട്ട് വാ, നമുക്ക് അവിടെ വെച്ച് ചെയ്യാം. അവിടെ നിന്റെ പാരന്റ്സ് ഒക്കെ ഉള്ളതല്ലേ, അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ നിനക്കറിയാം, അതുകൊണ്ടല്ല നിങ്ങളുടെ വീട്ടിലോട്ട് വരാന്ന് പറഞ്ഞു. അതെന്താ ശത്രു? വേറെ വല്ല സ്ഥലം നോക്ക്. നോക്കൂ, ഒന്ന് സമ്മതിക്കടാ. അത് അവര് വന്നോട്ടെ അല്ലേ? ഇതാണോ പാട്ട്? ഏതാണോ സ്റ്റെപ്പ്? എടാ ഞങ്ങള് പ്രൊഫഷണൽസ് ഒന്നുമല്ല, ഒന്ന് സിമ്പിൾ ആക്കിക്കൂടെ? സ്വന്തം കാര്യം മാത്രം പറഞ്ഞാ മതി. ഓ, എന്നാ നീ ഒന്ന് കളിച്ചു കാണിക്ക്. പറ്റില്ല അല്ലേ? ഇപ്പൊ മിണ്ടാതിരിക്കും. ഇതെന്റെ വീടാ, ഇവിടെ എന്ത് പറയണമെന്നേ എനിക്കറിയാം. ഈ പാട്ടും ഇഷ്ടമായില്ല, സ്റ്റെപ്പും നീ ഇഷ്ടമായില്ല. തന്നെയല്ലേ പറഞ്ഞ ഏത് പാട്ടായാലും ഏത് സ്റ്റെപ്പ് ആയാലും ഒരു കുഴപ്പമില്ല, കളിച്ചോളാന്ന്. നീ ഇനി ഇത് കളിച്ചാ മതി. സൗകര്യം ഇല്ലെങ്കിലോ നീ വേറെ ആളെ നോക്ക്. ഓ, ഇത് തുടങ്ങിയില്ല, അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ടാലോ? ശരി, ഈ പാട്ടും വേണ്ട സ്റ്റെപ്പും വേണ്ട, കംപ്ലീറ്റ് മാറ്റാം പോരെ? നീ എന്തിനാ കളിച്ച് കളിച്ച് എന്റെ അടുത്തോട്ട് വരുന്നേ? കുറച്ചങ്ങോട്ട് നീ എന്ന് കളിച്ചൂടെ? ഈ നാറി പറയുന്ന പോലെ ഇന്റിമേറ്റ് സീനൊക്കെ ഞാൻ 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വേണം കളിക്കാൻ. ഈ പ്രശ്നമൊക്കെ ഞാനാണ് ഉണ്ടാക്കിയേ, അവനല്ലേ. ആദ്യം അവനോട് വന്ന് സോറി പറയാൻ പറ. ഇത് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ആക്കിക്കൂടെ? അന്റയോട് അടുക്കുമ്പോഴേ മാങ്ങിയുടെ പുളിയറിയുള്ളൂ പറഞ്ഞ വെറുതെ ഒന്നുമല്ല. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് അവന്റെ. ഞാൻ എങ്ങനെയാണ് സഹിക്കുക? അവനെ പ്രേമിക്കാൻ ആദ്യം അവന്റെ കൂട്ടുകാരൻ നമ്മുടെ സൈഡാക്കണം. വിഘ്നേഷ് ഓക്കെ, അവനൊരു ബുക്ക് കൊടുത്ത് എവിടെയെങ്കിലും പോയിരുന്നോളൂ. പക്ഷെ നകുൽ അങ്ങനെയല്ല. അവനെ വളയ്ക്കാൻ നിന്റെ കയ്യിൽ വല്ല മാർഗമുണ്ടോ? അവന്റെ വീക്ക്നെസ് ഇഷാൻ തന്നെയാ. അതല്ല, അവരുടെ ഫ്രണ്ട്ഷിപ്പ്. അവനെ സംബന്ധിച്ചിടത്തോളം അതാ ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായ ഇഷാനെ പറ്റി കുറച്ച് പൊക്കിയടിച്ച അവരതങ്ങ് മറക്കും. സ്റ്റെപ്സ് ഒക്കെ ഏകദേശം ഓക്കെ ആയി. ഇനി നിങ്ങൾ മര്യാദയ്ക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഒരു ജ്യൂസ് കിട്ടൂ. എന്തിനാ ജ്യൂസ് മാത്രമാക്കുന്നേ? ഷേക്കും കൂടി അടിച്ചു തരാം. കുറച്ച് പച്ചവെള്ളെങ്കിലും വേണേ പോയി എടുത്ത് കുടിയടാ. നകുൽ, വീട്ടിൽ വരുന്ന ഗസ്റ്റിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? ആക്ച്വലി എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ഒരു ജ്യൂസ് കിട്ടിയാ ഓക്കെ ആയിരുന്നു. ബേബി, പെൺകുട്ടികൾ ഇങ്ങനെ ദാഹിച്ചിരിക്കാൻ പാടില്ല. ഞാൻ പോയി ജ്യൂസ് ഉണ്ടാക്കാം. വഴി ഞാൻ കണ്ടുപിടിച്ചു. ഇനി വേണമെങ്കിൽ വെട്ടിത്തെളിക്ക്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ദാഹിക്കുന്നുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. നീയും ഇഷാനും തമ്മില് എത്ര വർഷത്തെ പരിചയമുണ്ട്? അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യം എന്താ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഞാൻ എപ്പോഴും ആലോചിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചേ നിങ്ങൾ ബ്രദേഴ്സ് ആണെന്നാ. അത്രയല്ലേ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്? നിങ്ങൾ കാനഡയിലും ഇതുപോലെ എപ്പോഴും ഒരുമിച്ച് തന്നെ ആയിരിക്കും അല്ലേ? ഞങ്ങള് 10ാം ക്ലാസ് വരെ ഇവിടെയൊക്കെ തന്നെ പഠിച്ചേ. പിന്നെയാ കാനഡയിലോട്ട് പോയേ. അവിടെ പോയതിനു ശേഷം ഞങ്ങളെ തന്നെ ഇത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത്. അതിനുശേഷം ഞങ്ങൾ കട്ട ഫ്രണ്ട്സാ. അവിടുത്തെ ലൈഫ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. സോ ഡിഫിക്കൽട്ട്. നീ എന്താ ഇന്ന് വീട്ടിൽ പോകുന്നൊന്നുമില്ലേ? പറഞ്ഞ പോലെ സമയം ഒരുപാടായല്ലോ. നിങ്ങളുടെ കഥ കേട്ട് മതിയായില്ല. ഞാൻ ഇവിടെ നിന്നോട്ടെ. നടക്കില്ല മോനെ, സ്ഥലം കാലിയാക്കിയ. ഈ പാതിരാത്രി ഞാനിനി എങ്ങനെ ഒറ്റയ്ക്ക്? പാവുണ്ടടാ, അവൻ ഇന്നിവിടെ നിന്നോട്ടെ. നീ എന്താ ഇതിനകത്ത്? ഇതെന്റെ റൂമാ, ഇറങ്ങി പോയേ. അയ്യോ, നീ എന്തിനാണ് ഇതിനകത്ത് കയറിയിരുന്നേ? നിന്നോട് ഞാൻ അപ്പുറത്ത് റൂം പോയിരിക്കാനല്ലേ പറഞ്ഞേ? എന്നാ നീ ഇത് കുറച്ച് കഴിച്ചേ. ഞാൻ ഉണ്ടാക്കിയതാ. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ല, കഴിക്കാൻ. ഓ നാശം, ഇതിപ്പോ കുറെ നാളായി മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. എനിക്ക് ചായയോ? വേണേ ഇട്ട് കുടിക്ക്. അല്ലെങ്കിൽ ഇന്നലെ അവിടെ കയറി താമസിപ്പിച്ചില്ലേ, അവനോട് പറ ഇട്ട് തരും. എടാ, നീ അവനെ എന്തിനെങ്കിലും ഒരു ശത്രുവായിട്ട് കാണുന്നേ?
ശരിക്കും അവനൊരു പാവാടാ. ഇന്നലെ ഞങ്ങൾ എത്ര നേരം സംസാരിച്ചു എന്നറിയോ? ജ്യേഷ്ഠ, നിങ്ങൾക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാമായില്ലേ? ഈ അനിയന് വേണ്ടി ഇത്രയെങ്കിലും